ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. 2028 മത്സരത്തിലേക്ക് റോൺ ഡിസാന്റിസ്. അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ജീവിതച്ചെലവ് വർധനത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിച്ച് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്. നിലവിലുള്ള സാമ്പത്തിക അന്തരീക്ഷം ജനങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുന്നുണ്ടെന്നും പണപ്പെരുപ്പവും പലിശ നിരക്കിലെ വർധനവും കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ താളം തെറ്റുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ സാമ്പത്തിക രംഗം നേരിടുന്ന വെല്ലുവിളികൾ ഫ്ലോറിഡയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് ഡിസാന്റിസ് വ്യക്തമാക്കി. രാജ്യം മുഴുവൻ ഈ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മുതൽ ഭവന വായ്പയുടെ ഉയർന്ന പലിശ വരെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. പണപ്പെരുപ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഓരോ കുടുംബത്തിന്റെയും അവശ്യ ചെലവുകളെയാണ്. പ്രത്യേകിച്ച് പലചരക്ക് സാധനങ്ങളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും വിലയിലുണ്ടായ വൻ വർധനവ് സാധാരണക്കാരായ അമേരിക്കക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഭക്ഷണത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി മാറ്റിവെക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ സമ്പാദ്യത്തെ ഇല്ലാതാക്കുന്നു. ബാങ്ക് പലിശ നിരക്കുകൾ കുത്തനെ ഉയർന്നത് വായ്പകൾ എടുക്കുന്നതിനെയും റിയൽ എസ്റ്റേറ്റ് മേഖലയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പുതിയ വീടുകൾ വാങ്ങാനോ ബിസിനസ് ആവശ്യങ്ങൾക്ക് വായ്പയെടുക്കാനോ ആളുകൾ മടിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മുൻപ് കുറഞ്ഞ പലിശയിൽ ലഭ്യമായിരുന്ന വായ്പകൾക്ക് ഇപ്പോൾ വലിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് ബിസിനസ്സുകളെയും വ്യക്തികളെയും ഒരുപോലെ ബാധിക്കുന്നു. സാമ്പത്തിക രംഗത്തെ ഈ മന്ദത സാധാരണക്കാരുടെ ഉപഭോഗശേഷിയെ കാര്യമായി കുറച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത ചെലവുകൾ ചുരുക്കാനും ഭാവിയിലേക്കുള്ള സമ്പാദ്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ജനങ്ങൾ നിർബന്ധിതരാകുന്നു. സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള ഭീതി വിപണിയിലെ കച്ചവടത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഡിസാന്റിസിന്റെ ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക ചർച്ചകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിലെ കേന്ദ്ര ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങൾ പരാജയമാണെന്ന് കാണിക്കാനും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുറന്നുകാട്ടാനും ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ. വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി പ്രധാന ചർച്ചാവിഷയമാകുമെന്ന സൂചനയും ഇത് നൽകുന്നു. ഫ്ലോറിഡ പോലുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ പോലും പ്രതിസന്ധി ദൃശ്യമാണെന്ന് ഗവർണർ സമ്മതിക്കുന്നത് കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. സംസ്ഥാന തലത്തിൽ നികുതി ഇളവുകളും ആശ്വാസ പദ്ധതികളും നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ കാരണം പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്ന വിലയിരുത്തലുമുണ്ട്. അമേരിക്കയിലെ ഇത്തരം കുടുംബങ്ങളും കുറഞ്ഞ വരുമാനക്കാരുമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. വേതനത്തിലുണ്ടാകുന്ന വർധനവിനേക്കാൾ വേഗത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഇവരുടെ ജീവിത നിലവാരത്തെ താഴേക്ക് എത്തിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരുന്നു. ചെറുകിട വ്യവസായങ്ങളെയും ഈ സാമ്പത്തിക ആഘാതം ശക്തമായി ബാധിച്ചിട്ടുണ്ട്. ഉൽപാദന ചെലവ് വർദ്ധിച്ചതും ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതും ബിസിനസ്സുകളുടെ ലാഭക്ഷമതയെ ബാധിച്ചു. ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാനോ പുതിയ ആളുകളെ ജോലിക്ക് എടുക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് പല സ്ഥാപനങ്ങളും. ഇന്ധന വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും വിതരണ ശൃംഖലയിലുള്ള തടസ്സങ്ങളും ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഉയരാൻ കാരണമാകുന്നുണ്ട്. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള ചെലവ് വർദ്ധിച്ചതാണ് പലചരക്ക് സാധനങ്ങൾക്ക് വില കൂടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കടമെടുത്ത് ജീവിക്കുന്ന രീതി അമേരിക്കൻ ജനതകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായാണ് സമീപകാല കണക്കുകൾ വ്യക്തമാക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും ഉയർന്ന പലിശയുമുള്ള വ്യക്തിഗത വായ്പകളും ജനങ്ങളെ കൂടുതൽ കടക്കെണിയിലേക്ക് തള്ളിയിടുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ ജനങ്ങളിൽ മാനസിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭവന നിർമ്മാണ മേഖലയിലും വലിയ തോതിലുള്ള മന്ദത അനുഭവപ്പെടുന്നുണ്ട്. പലിശ നിരക്കുകൾ ഉയർന്നതോടെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പദ്ധതികൾ നീട്ടിവയ്ക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നു. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും കരാറുകാരെയും ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ദൃശ്യമാകുന്ന മാറ്റങ്ങളും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. ചില മേഖലകളിൽ പിരിച്ചുവിടലുകൾ നടക്കുമ്പോൾ മറ്റു ചില മേഖലകളിൽ പുതിയ അവസരങ്ങൾ കുറയുന്ന അവസ്ഥയാണ്. സ്ഥിരതയുള്ള വരുമാനം ഉറപ്പാക്കാൻ സാധിക്കാത്തത് കുടുംബങ്ങളുടെ ഭാവി പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര ബാങ്കും ഭരണകൂടവും കൈക്കൊള്ളുന്ന നടപടികൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ ഉയർത്തുന്ന തന്ത്രം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്നു എന്ന വാദവും ഉയരുന്നുണ്ട്. ഭരണകൂടത്തിന്റെ മുൻഗണനകൾ ജനങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിരിക്കണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു.
നികുതിഭാരം കുറയ്ക്കുകയും ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ വിപണിയിൽ വീണ്ടും ഉന്മേഷം കൊണ്ടുവരാൻ സാധിക്കൂ. ദേശീയ തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ സാമ്പത്തികാവസ്ഥ വരാനിരിക്കുന്ന ഭരണകൂട മാറ്റങ്ങൾക്കും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും വഴിതെളിച്ചേക്കാം. ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മാത്രമേ വരും നാളുകളിൽ ജനപിന്തുണ നേടാൻ സാധിക്കൂ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു പുനഃപരിശോധനയ്ക്കും തിരുത്തലുകൾക്കും വിധേയമാകേണ്ട ഘട്ടത്തിലാണ്. സാധാരണക്കാരായ പൗരന്മാരുടെ പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ് അതിവേഗത്തിലുള്ള സാമ്പത്തിക ആശ്വാസ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത.